ഇപ്പം നമ്മൾ നിൽക്കുന്ന ആറ്റിലെ ഡ്രീംസിലാണ്. നമ്മുടെ മമ്മൂക്കയുടെ മൂവിയായ ബ്രഹ്മയുഗം ഇന്ന് റിലീസാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ഷോ തന്നെ കാണാനെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മൂവി കണ്ടിട്ട് ബാക്കി അഭിപ്രായത്തിലോട്ട് പോകാം. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു ഈ സിനിമ കാണണം. ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഒരു ഹോം എക്സ്പീരിയൻസ് അല്ല ഈ സിനിമ. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഈ TV കണ്ട ഈ ഫീല് നമുക്ക് കിട്ടത്തില്ല. അത് ആ ഫീല് കിട്ടണമെങ്കിൽ, ആ ഹൊറർ ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഷുവർ ആയിട്ട് ഈ തിയേറ്ററിൽ വന്നിരുന്നതിനെ കാണാം. തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ 17ാം നൂറ്റാണ്ടിലെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അത് വളരെ തന്മയത്തോട് തന്നെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. വളരെ വൃത്തിയായി തന്നെ, നമുക്ക് ഒട്ടും ലാഗ് ചെയ്യത്തില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം പറയണമല്ലോ, നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് സിനിമ എന്ന് പറയുന്നത് എല്ലാം കളർ സിനിമയാണ്. പക്ഷെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ബോറൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഹൊറർ ഉണ്ടോന്ന് വെച്ചാൽ ഹൊറർ ഉണ്ട്. ചുമ്മാ പ്രേതത്തിന് ഇങ്ങനെ പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ സിനിമ. പിന്നെ എടുത്തു പറയണ നമ്മുടെ മമ്മൂക്കയുടെ കാര്യം, കുടമൻ പോറ്റിയായിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ഇപ്രാവശ്യം അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ആകെ 4-5 കഥാപാത്രങ്ങളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ 4-5 കഥാപാത്രങ്ങൾ ആ 2.5 മണിക്കൂർ നമുക്ക് ഒട്ടും ഫീലാകത്തില്ല. അയ്യോ ഈ 5 ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 5 കഥാപാത്രങ്ങൾ വെച്ച് എന്താ ഈ സിനിമ. 5 കഥാപാത്രങ്ങളായാലും അതിൽ വരുന്ന ക്രിയേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം പക്ക സൂപ്പർ അടിപൊളി. പറയാതിരിക്കാൻ വയ്യ, എല്ലാവരുടെ റോളും അടിപൊളിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു. ഇനി എന്തോ പറയാമെന്ന് നമുക്കൊന്ന് ചോദിക്കാം. പറയേണ്ട കാര്യമില്ലല്ലോ, മമ്മൂക്കയല്ലേ തേച്ച് മിനുക്കി വെച്ചിരിക്കുകയല്ലേ. കൂടുതൽ മിനുങ്ങിയ അവസ്ഥയാണ് ഇപ്പം. പിന്നെ സിനിമ നമുക്ക് എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും നല്ല ലാഗൊക്കെ ആയിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയാണ്. പക്ഷെ പഴയ കാലത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സൗണ്ട് സിസ്റ്റം ലേറ്റസ്റ്റ് സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഡയറക്ഷൻ, ക്യാമറ, സെറ്റ് അമേസിങ്. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. നമ്മൾ TV-ലോ അല്ലെങ്കിൽ മൊബൈലിലും കണ്ടതൊന്നും ഒന്നും ഫീൽ ചെയ്യില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. നമുക്ക് ഒരു മിനിറ്റ് പോലും അപ്പുറത്ത് ഇപ്പുറം ഇരിക്കുന്നവരെ നോക്കാനുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ആ സ്ക്രീനിലായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. മാണന്റെ പാട്ട് എന്ന് പറയാൻ അറിയാലോ, സൂപ്പർ ആയിരുന്നു. നമ്മളെ അശോകേട്ടന്റെ മകൻ അർജുൻ അശോകൻ പൊളിച്ചടുക്കി. അതേപോലെ തന്നെ നമ്മളെ ലളിത ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥ് പൊളിച്ച്. അവർ രണ്ടുപേരുടെ ക്യാരക്ടർ മമ്മൂക്ക കട്ടയ്ക്ക് 3 പേര് കട്ടയ്ക്ക് നിന്നു എന്നാണ് പറയുന്നത്. പക്ക മൂവി. നമ്മളൊരു ചിലപ്പോൾ നമുക്കൊരു അവാർഡ് വരുമെന്നൊക്കെ നമുക്ക് മനസ്സിലായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ച എങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കാണുന്ന ഒരു ആക്ഷൻ സിനിമയുടെ അതേ ക്വാളിറ്റിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാൻ നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഈ എക്സ്പീരിയൻസ് ആണ്. പക്ക നമുക്ക് ആസ്വദിക്കാം. സിനിമ നമുക്ക് ആസ്വദിച്ച് തന്നെ കാണാൻ, തീരുന്നവരെ ആസ്വദിക്കാം. അതിൽ യാതൊരു ലാഗോ വേറെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സീൻസോ അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആ വ്യത്യാസം. നല്ല പടം മൂവി. എല്ലാവരും വന്നവരെ പക്ക 100% ഗ്യാരണ്ടി.